കപ്പ കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കപ്പ മുളകിലിട്ടതാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടാൽ തന്നെ ഇത് നമുക്ക് കഴിക്കാൻ തോന്നും. റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ഇതിനായി 1 കിലോ കപ്പ ഞാൻ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 10 കഷ്ണം ഉള്ളി ചതച്ചത്, 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കപ്പ വേവിക്കുന്നത് കുക്കറിലാണ്. കുക്കർ അടുപ്പിൽ വെച്ച് കപ്പ നുറുക്കിയത് അത് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ച് നമുക്കൊരു 5 വിസിൽ അടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കപ്പ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റി മാറ്റാം. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം. കടുക് അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും അതും കൂടെ നമുക്ക് ചേർക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ടും അല്പം ഉപ്പ് മാത്രമാണ് ഇതിന് ചേർത്തേക്കുന്നത്. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. മുളക് പൊടിയും കൂടെ ചേർത്ത് തീ സിമ്മിൽ വെച്ച് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പയും കൂടെ ചേർത്ത് അതിൻ്റെ മസാല എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കപ്പ മുളകിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.